Hi guys, welcome back. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇൻഫിൻലാബിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് IoT പ്രൊജക്റ്റുകളിനകത്ത് യൂസ് ചെയ്യുന്ന nodemcu 12E എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിനെ പരിചയപ്പെടാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഇനി അങ്ങോട്ട് nodemcu 12E ഉപയോഗിച്ച് അല്ലെങ്കിൽ nodemcu അല്ലെങ്കിൽ ESP12E ഉപയോഗിച്ചുകൊണ്ടുള്ള IoT പ്രൊജക്ട്സുകൾ എങ്ങനെയാണ് വൈഫൈ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് IoT പ്രൊജക്ട്സ് കൺട്രോളിങ് ആൻഡ് മോണിറ്ററിങ് ചെയ്യുന്നതെന്നുള്ള പ്രൊജക്റ്റുകളായിരിക്കും ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഈ ബോർഡിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ESP12E അല്ലെങ്കിൽ nodemcu എന്ന് പറയുന്ന ഈ ബോർഡിൻ്റെ നമുക്ക് സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഈ എൻ്റെ കയ്യിലുള്ളതാണ് ESP12E അല്ലെങ്കിൽ nodemcu എന്ന് പറയുന്ന ഈ ബോർഡ്. ഇതിനകത്ത് ESP12E എന്ന് പറയുന്നത് ഈ സെൻറ്ററിലുള്ള പോർഷനാണ്. ഇത് ഫുൾ ബോർഡിനെ പറയുന്ന പേരാണ് nodemcu. ഓക്കെ, അപ്പോൾ ഈ ESP12E യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ESP12E എന്ന് പറയുന്ന ഈ മൊഡ്യൂൾ വൈഫൈ ചിപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊബൈൽ, ലാപ്ടോപ്പ് പോലുള്ള ഡിവൈസസിൻ്റെ, അതായത് വൈഫൈ ഡിവൈസസിൻ്റെ ഇതെല്ലാം ഈ ESP12Eകളായിരിക്കും യൂസ് ചെയ്യുക. ESP12E ഉണ്ട്, 12S ഉണ്ട്, 12F ഉണ്ട്, അങ്ങനെ പല സീരീസ് ഓഫ് ESP മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ESP12E വൈഫൈ മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് IoT പ്രൊജക്ട്സുകൾ ചെയ്യാം. ഈ nodemcu എന്ന് പറയുന്ന ഈ ബോർഡിന് ടോട്ടൽ 21 പിന്നുകളുണ്ട്. അതിനകത്ത് കുറച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകളുണ്ട്. SPI, UART, അങ്ങനെ I2C, I2S, അങ്ങനെ പല കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിൻസുകളും ഇതിനകത്ത് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു ഹോം ഓട്ടോമേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് 11 ഡിവൈസസിലേക്ക് ഈ പിന്നുകളിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം IoT പ്രൊജക്ട്സുകൾ കൂടുതലും ചെയ്യുക ഈ nodemcu എന്ന് പറയുന്ന അല്ലെങ്കിൽ ESP8266 അല്ലെങ്കിൽ ESP12E എന്ന് പറയുന്ന ഇതേ മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇതൊരു 32 ബിറ്റ് മൈക്രോ കൺട്രോളറാണ്. ഓക്കെ, നമ്മൾ ഓർഡിനോ ചെയ്തിരുന്നു. ഓർഡിനോ 8 ബിറ്റാണ്. അതേപോലെ തന്നെ മറ്റ് പിക്ക് 8 ബിറ്റ് 16 ബിറ്റും ഉണ്ട്. ഇത് 32 ബിറ്റ് മൈക്രോ കൺട്രോളറാണ്. ഈ മൈക്രോ കൺട്രോളറിന് അല്ലെങ്കിൽ ഈ കൺട്രോളറിന് ഈ ബോർഡിന് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് പോലെ തന്നെ മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അതായത് UART ചെയ്യാൻ പറ്റും, I2C ചെയ്യാൻ പറ്റും, SPI ചെയ്യാൻ പറ്റും. ഇതെല്ലാം മൾട്ടിപ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതാണ് ഈ കൺട്രോളറിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് എങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ പുറകെ ഈ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് നമ്മളിത് പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെയാണ് ഇത് കോഡ് ചെയ്യുക, ഇതെങ്ങനെയാണ് ഓർഡിനോ IDEയിലേക്ക് ഇതിൻ്റെ ബോർഡ് മാനേജറിൽ എങ്ങനെയാണ് ബോർഡ് ഇങ്ങനെയാണ് ആഡ് ചെയ്യുക. ഇത് ആക്ച്വലി നമ്മൾ ഓർഡിനോ IDE ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് അതിനകത്ത് വരത്തില്ല. നമ്മൾ അഡീഷണൽ ബോർഡ് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബോർഡിൻ്റെ പിന്നിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിന് ടോട്ടൽ 22 പിൻസാണുള്ളത്. 22 പിൻസിൽ 11 പിന്നുകൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകളായിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അതായത് 11 ഇതിനകത്തെ ഈ 22 പിൻസിന് ഇതിനകത്ത് 11 നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നായിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനകത്ത് UART കമ്മ്യൂണിക്കേഷന് വേണ്ടി RXഉം TXഉം RX D0 അല്ലെങ്കിൽ TX D0 എന്ന് പറയുന്ന പിന്നും ഇതിനകത്ത് അസൈൻ ചെയ്തിട്ട് SPI കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് 4 പിന്നുകളും ഇതിനകത്ത് തന്നെയുണ്ട്. ഓക്കെ, SPI പിന്നുകൾ ഇതിനകത്ത് SC0, മീസോ, മോസി, പിന്നെ ക്ലോക്ക്, അങ്ങനെ 4 പിന്നുകൾ ഇതിനകത്ത് SPI കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. I2Cക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഇതിനകത്ത് 2 പിന്നുകളാണ് യൂസ് ചെയ്യുന്നത്, SCLഉം SDAയും. ഓക്കെ, അതും ഇതിനകത്ത് തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പിന്നിൻ്റെ നൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഇതിൻ്റെ പിൻ ഔട്ട് ഡയഗ്രാം. അപ്പോൾ നിങ്ങൾ പിൻ ഔട്ട് ഡയഗ്രാം നോക്കുക. പിൻ ഔട്ട് ഡയഗ്രാം നോക്കി ഇതിനകത്ത് കറക്റ്റ് പിന്നുകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുക. അതേപോലെ തന്നെ ഇതിനകത്ത് I2S എന്ന് പറയുന്നൊരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് പ്രോസസ്സിംഗ് ആൻഡ് കളക്ടിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ്, അതായത് ഓഡിയോ സിഗ്നലിൻ്റെ പ്രോസസ്സിംഗ്, കളക്ടിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ്. ഇതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് I2S എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളും കൂടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തും PWM സിഗ്നലുണ്ട്. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഉപയോഗിക്കുന്നത് 3 പിന്നുകളാണ്. ഇതേ ഒരു ചെറിയൊരു മൈക്രോ കൺട്രോളറിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓർഡിനോയിൽ ഇത്രയും കാര്യങ്ങളില്ല PWM, പക്ഷേ അതിന് അന്നേരം പിന്നുകൾ കൂടുതലാണ്. ഇതിന് പിന്നുകൾ കുറവാണ്. ഇതിനകത്ത് അനലോഗ് പിന്നായിട്ട് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒറ്റ പിന്നേ ഉള്ളൂ. ഇതിനകത്ത് ADC ചെയ്യാൻ വേണ്ടി ഒരു പിന്നേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓർഡിനോയിൽ അങ്ങനെയല്ല, ADCക്ക് വേണ്ടിയിട്ട് 6 പിന്നുകളുണ്ട്. അതായത് A0 to A5 ഇതിനകത്ത് ഒരു പിന്നേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഓർഡിനോയ്ക്കകത്ത് 14 ഡിജിറ്റൽ പിന്നുകളുണ്ട്. ഇതിന് അത്രയില്ല, 11 ഡിജിറ്റൽ പിന്നുകളുള്ളൂ. പക്ഷേ ഇതിനകത്ത് I2S, I2C, SPI, UART കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും. nodemcu എന്ന് പറയുന്ന ബോർഡിൽ അല്ലെങ്കിൽ ESP8266 അല്ലെങ്കിൽ 12E എന്ന് പറയുന്ന ഈ ബോർഡിന് നമുക്ക് 3 ഓപ്പറേഷൻസ് ആണ് സാധ്യമാകുന്നത്. അതായത് 1 STA മോഡ്, 2 സോഫ്റ്റ് API മോഡ്, 3 STA പ്ലസ് സോഫ്റ്റ് API.
സോഫ്റ്റ് എ പി എന്ന് പറയുമ്പോൾ ആക്സസ് പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യും. STI മോഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആക്സസ് പോയിന്റിലേക്ക് കണക്ട്. സോഫ്റ്റ് എ പി പ്ലസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ STI മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഒരു സ്റ്റേഷൻ മോഡായിട്ടും അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് എ പി ആക്സസ് പോയിന്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു വൈഫൈ സ്റ്റേഷൻ മോഡായിട്ടും ഇതിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും. ഈ സെറ്റ് ചെയ്യുന്നതെല്ലാം ഇതിൻ്റെ AT കമാൻഡ്സുകൾ ഉപയോഗിച്ചിട്ടാണ്. അത് നമ്മൾ GSM കോഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് വൈഫൈ മോഡും കോഡ് ചെയ്യുന്നത്. ബ്ലൂടൂത്തും അങ്ങനെ തന്നെയാണ്. AT കമാൻഡ്സിന് പകരം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ലൈബ്രറി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കോഡ് ചെയ്യും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോഡംസ്യൂവിനെ ഓർഡിനോഡ് IDയിലേക്ക് കോൺഫിഗർ ചെയ്ത് കോഡ് ചെയ്തെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ബോർഡ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്യണം. അതേപോലെ തന്നെ ലൈബ്രറി വരും. അപ്പോൾ ബോർഡ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് ലൈബ്രറിയിലും കിട്ടും. അപ്പം നോഡംസ്യൂവിൻ്റെ ബോർഡ് എങ്ങനെയാണ് നമുക്ക് ഓർഡിനോ IDയിലേക്ക് നമുക്ക് കോൺഫിഗർ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് കോഡിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ഫയൽസിൽ പോയിട്ട് പ്രിഫറൻസിൽ പോകണം. പ്രിഫറൻസിൽ പോയതിന് ശേഷം ഇതിൽ ഈ അഡീഷണൽ ബോർഡ് മാനേജർ URL എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിനുള്ളിൽ നിങ്ങൾ ഈ HTTP ഓർഡിനോ ESP എന്ന് പറയുന്ന ഈ ലിങ്ക് എന്ത് ചെയ്യണം, ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കണം. ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇത് മറ്റ് ബോർഡുകളിലെയും കൂടെയാണ് എൻ്റെ കയ്യിലുള്ള 3 ലിങ്കുകൾ 3 കോഡിൻ്റെയാണ്. ഇതാണ് ESP8266 അല്ലെങ്കിൽ നോഡംസ്യൂവിൻ്റെ കോഡ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ബോർഡ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഈ URL എല്ലാം ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അഡീഷണൽ ബോർഡ് മാനേജർ URL നിങ്ങളും നിങ്ങളുടെ ഈ ലിങ്ക് നിങ്ങളും അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം അതിന് നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ആക്കണം. അതിനുശേഷം നമ്മൾ ടൂൾസിൽ ബോർഡിൽ പോവുക, ബോർഡ് മാനേജറിൽ പോവുക. അപ്പോൾ നമ്മൾ ബോർഡ് മാനേജർ ഓപ്പൺ ആയി. അപ്പോൾ ഇനി ബോർഡ് മാനേജറിനുള്ളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം. അതായത് ബോർഡ് മാനേജർ ഇഷ്ടംപോലെ ബോർഡുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഏത് ബോർഡാണ് വേണ്ടത്, ഇതിനകത്ത് നമുക്ക് ARM ചെയ്യാം, STM ചെയ്യാം, ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ESPയുടെ ബോർഡാണ്. അപ്പോൾ നമ്മൾ ESPയുടെ ബോർഡ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ ESP8266 സെർച്ച് ചെയ്യാം. അപ്പം ഇതിനകത്ത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞു. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇതിനകത്ത് ESP8266 കമ്മ്യൂണിറ്റി വേർഷൻ. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. എനിക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നിലവിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, റിമൂവ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഈ ബോർഡ് നമുക്ക് ഇതിനകത്ത് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾ ടൂൾസിൽ പോയിട്ട് നിങ്ങളുടെ പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കും. അതായത് നോഡംസ്യൂ കണക്ട് ചെയ്തതിന് ശേഷം പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഇവിടെ COM5 ആണ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തു. ചിലപ്പോൾ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് ആൻഡ് മാനേജറിൽ പോയിട്ട് ഡിവൈസ് ആൻഡ് മാനേജറിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കോഷനായിട്ട് ഒരു USB കണക്ഷൻ വന്ന് കിടക്കുന്നതായിട്ട് കാണും. അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾക്ക് അതായത് ആ ഡ്രൈവർ വർക്ക് ചെയ്യാത്തതാണ്. അതായത് നോഡംസ്യൂ ഫസ്റ്റ് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോഡംസ്യൂവിൻ്റെ കോമ്പോർട്ട് ഇവിടെ കാണിക്കില്ല. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്താലും കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ CH3C40 എന്ന് പറയുന്ന ഒരു ഡ്രൈവറുണ്ട്. ആ ഡ്രൈവർ നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് വരുള്ളൂ. കാരണം ഇതിനകത്ത് CH3C40 എന്ന് പറയുന്നൊരു IC യൂസ് ചെയ്യുന്നുണ്ട്. ആ IC ഉപയോഗിച്ചിട്ടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ലാപ്ടോപ്പുമായിട്ട്. അപ്പം ആ ഡ്രൈവറും കൂടെ വേണം ഇതിനകത്ത് ഇത് വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, എൻ്റെത് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. CH3C40 ഞാനിവിടെ ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഡയറക്റ്റ്ലി പോർട്ട് കിട്ടിയത്. അതിനുശേഷം നിങ്ങൾക്ക് ഫയൽസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എക്സാമ്പിൾസിനകത്ത് നമ്മൾ ബോർഡ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിവിടെ 8266ൻ്റെ പല വേർഷൻസ് കിട്ടും. ഇത് ഞാൻ പല ബോർഡ് മാനേജറുകൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എനിക്ക് വന്നതാണ്. അപ്പം നിങ്ങൾക്ക് ESP8266ൻ്റെ വൈഫൈ, ആക്സസ് പോയിന്റ്, ക്ലയൻറ്റ്, അങ്ങനെ പല ഓപ്ഷൻസ് ഓഫ് കോഡുകൾ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ആക്സസ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ആക്സസ് പോയിന്റിലേക്ക് എങ്ങനെയാണ് വൈഫൈ നോഡംസ്യൂവിനെ കണക്ട് ചെയ്യുന്നതെന്നുള്ള കോഡാണ്. ആ കോഡാണ് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ചെറിയ കോഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ #include ഒരു ലൈബ്രറി കോൾ ചെയ്തിട്ടുണ്ട്. അതായത് ESP8266 WiFi.h ഒരു 6 ലൈബ്രറി എങ്കിലും ESP8266ന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ലൈബ്രറീസ് ഓൾറെഡി ഈ കമ്മ്യൂണിറ്റി പേജിനകത്ത് ഉണ്ട്. നമ്മൾ ഏത് ലൈബ്രറി എടുത്താലും ആ ബോർഡ് മാനേജർ വരുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ ലൈബ്രറി അതിനകത്ത് കോൾ ആയിക്കോളും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു ക്യാരക്ടർ വിളിച്ചിട്ടുണ്ട്. SSID എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിനകത്താണ് നമ്മൾ SSID പോസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് SSID എന്താണ് എന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പോവുക. അതിൽ മൊബൈൽ ടെതറിങ്ങിനകത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് പാസ്വേഡിൻ്റെ മുകളിൽ SSID എന്ന് പറഞ്ഞൊരു പേരുണ്ടാവും. അതായത് നമ്മൾ SSID നമ്മുടെ ഹോട്ട്സ്പോട്ടിൻ്റെ നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ SSID ഞാനിവിടെ IoT ഡാറ്റ എന്ന് പറയുന്ന ഒരു SSID ആണ് എൻ്റെ മൊബൈലിനുള്ളിലുള്ളത്. ഓക്കെ, മൊബൈലിൻ്റെ SSID ആണ് ഇവിടെ കൊടുക്കേണ്ടത്. മൊബൈലിൻ്റെ അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ ടെതർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ആക്സസ് പോയിന്റ് അതിൻ്റെ SSID കൊടുക്കുക. അതിനുശേഷം SSID കൊടുത്തതിന് ശേഷം പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ സീരിയൽ ബിഗിൻ എന്ന് പറഞ്ഞ ബോർഡ് റേറ്റ് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം വൈഫൈ ബിഗിൻ SSID ആൻഡ് പാസ്വേഡ്. ഓക്കെ, ഈ SSID പാസ്വേഡും വിളിക്കുന്നത് ഈ വൈഫൈ ഡോട്ട് ബിഗിൻ അല്ലെങ്കിൽ വൈഫൈ ഡോട്ട് സ്റ്റാറ്റസ് ഇതെല്ലാം പറയുന്നത് ഒരു AT കമാൻഡിനെ കോൾ ചെയ്യാനാണ്. ഇത് ഓൾറെഡി നമ്മുടെ ലൈബ്രറിക്കുള്ളിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ലൈബ്രറിയിലുള്ള ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം വൈഫൈ സ്റ്റാറ്റസ് കണക്റ്റഡ് ആണോ നോൺ കണക്റ്റഡ് ആണോ എന്നാണ്. നോൺ കണക്റ്റഡ് ആണെങ്കിൽ ഇവിടെ സ്റ്റാർ 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 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ആയി പോകും. കണക്റ്റഡ് ആകുമ്പോഴത്തേക്കും അത് സ്റ്റോപ്പ് ചെയ്ത് ഈ വൈൽ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്ത് വെളിയിൽ വരും. അങ്ങനെ എക്സിറ്റ് ചെയ്ത് വെളിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും വൈഫൈ കണക്ഷൻ സക്സസ്ഫുൾ എന്ന് എഴുതി വരും. പിന്നെ IP അഡ്രസ് ഓഫ് ESP8266 മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ വൈഫൈ അഡ്രസ്സും അവിടെ പ്രിൻ്റ് ചെയ്ത് വരും. പ്രിൻ്റ് ചെയ്ത് വരുന്ന വൈഫൈ ഡോട്ട് ലോക്കൽ IP ഈ എന്ന് പറയുന്ന ഫംഗ്ഷനകത്താണ് നമ്മുടെ വൈഫൈയുടെ അഡ്രസ്സ് ഇരിക്കുന്നത്. അത് അതിൻ്റെ കൂടെ പ്രിൻ്റ് ചെയ്ത് വരും. നിങ്ങൾക്കിത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ കോഡ് അപ്ലോഡ് ചെയ്യുകയാണ്. ഈ nodemcu എൻ്റെ മൊബൈലുമായിട്ട് കണക്റ്റായി. ഇത് ഒരു വൈഫൈ കണക്റ്റഡ്, അതായത് ഇതിലിപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസിങ് ആണ്. ഇതിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസിങ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു സെൻസറോ എന്തെങ്കിലും കണക്ട് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മൊബൈലിലേക്കോ എങ്ങനെയെങ്കിലും മെസ്സേജ് അയക്കണമെങ്കിൽ എനിക്ക് ഈ മൊഡ്യൂൾ ഉപയോഗിച്ചിട്ട് എനിക്ക് പറ്റും. കാരണം ഇതിലിപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മൊബൈലിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് ഇതിലേക്ക് ആക്സസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈഫൈ എൻ്റെ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ടിലേക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് APയിലേക്ക് ആക്സസ് പോയിന്റിലേക്ക് nodemcu ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുക. nodemcu ഇപ്പോൾ സ്റ്റേഷൻ മോഡായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കോഡാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്, എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അപ്പോൾ ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. nodemcuവിനെ ആക്സസ് പോയിന്റ് ആയിട്ടും മൊബൈലിനെ സ്റ്റേഷൻ മോഡായിട്ടും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഹോട്ട്സ്പോട്ടിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് മറ്റ് പ്രൊജക്റ്റുകളിലേക്ക് നോക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. പ്രൊജക്റ്റാണോ വേണ്ടത് അല്ലെങ്കിൽ ഇതേപോലത്തെ കണക്ഷൻ മെത്തേഡുകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പ്രൊജക്റ്റുകളാണ് IoT പ്രൊജക്ട്സുകളാണ് ബിൽഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളത് കമൻറ്റ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.